ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്രോസ് സ്റ്റിച്ചിൻ്റെ വേരിയേഷൻസ് ആണ് നോക്കുന്നത് കേട്ടോ. ക്രോസ് സ്റ്റിച്ച് നമ്മൾ ബേസിക് സ്റ്റിച്ചിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വേരിയേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇത് നമുക്ക് ഇതുപോലെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഈ സ്റ്റിച്ചുകളൊക്കെയാണ് നമുക്ക് സ്ലീവിൻ്റെ എൻഡിലൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്റ്റിച്ചുകളാണ്. അപ്പം അതിൻ്റെ കുറച്ച് വേരിയേഷൻസ് നോർമൽ ക്രോസ് സ്റ്റിച്ചിനേക്കാളും കുറച്ചുകൂടി ഭംഗിയിലാണ് നമുക്ക് വേരിയേഷൻ സ്റ്റിച്ചുകൾ വരുന്നത്. അപ്പം അങ്ങനെയുള്ള കുറച്ച് വേരിയേഷൻസ് ആണ് കേട്ടോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ലൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കത് ഫസ്റ്റത്തെ ബേസിക് സ്റ്റിച്ച് ക്രോസ് സ്റ്റിച്ച് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ക്രോസ് സ്റ്റിച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ചെയ്യുന്നത് ഡബിൾ ക്രോസ് സ്റ്റിച്ചാണ്. ഡബിൾ ക്രോസ് സ്റ്റിച്ചിൽ തന്നെ 2 സ്റ്റിച്ചസ് വരുന്നുണ്ട്. 2 മോഡൽ പാറ്റേൺസ് നമുക്ക് ഡബിൾ ക്രോസ് സ്റ്റിച്ചിൽ വരുന്നുണ്ട്. അതിലൊരു പാറ്റേൺ ആണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. അടുത്ത പാറ്റേൺ നമ്മൾ നെക്സ്റ്റ് സ്റ്റിച്ചുകളിൽ കാണും കേട്ടോ. 2 സ്റ്റിച്ചും കൂടി കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഡബിൾ ക്രോസ് സ്റ്റിച്ചിൻ്റെ ഒരു പാറ്റേണും കൂടി ഞാൻ കാണിച്ചു തരുന്നുണ്ട്. വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കാണുക കേട്ടോ. എങ്ങനെയാണ് ഡബിൾ ക്രോസ് സ്റ്റിച്ച് വരുന്നതെന്ന് ജസ്റ്റ് കാണുക. നമ്മൾ നോർമലി ചെയ്തതുപോലെ തന്നെ ഫസ്റ്റ് ക്രോസ് സ്റ്റിച്ചാണ് ബേസ് ആയിട്ട് കൊടുക്കുന്നത്. അതിന് ശേഷമാണ് അത് ഡബിൾ ക്രോസ് സ്റ്റിച്ചിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു രീതിയിലാണ് നമുക്ക് ഡബിൾ ക്രോസ് സ്റ്റിച്ച് വരുന്നത്. ഇനി അടുത്ത സ്റ്റിച്ചിൽ ഞാൻ ലൈനായിട്ട് കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഡോട്ടാണ് കൊടുത്തിട്ടുള്ളത്. കാരണം അത് ഗ്യാപ്പ് വരുന്നുണ്ട്, ഓരോ സ്റ്റിച്ചിനും ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ ലൈന് കൊടുക്കുന്നത് ഒരു വൃത്തികേടാണെന്ന് തോന്നിയതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ ഡോട്ടിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതുപോലെയാണ് നമ്മൾ ഓരോ സ്റ്റിച്ചും ക്രോസ് സ്റ്റിച്ചിൻ്റെയും ശേഷം നമ്മളൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് അടുത്ത സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് സ്പേസ്ഡ് ക്രോസ് സ്റ്റിച്ചാണ്. ഇതിൽ നമുക്ക് ഡബിൾ കളർ യൂസ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് സിംഗിൾ കളർ മാത്രമാണ് യൂസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ കാണിക്കുന്നത് ഇതേപോലെ നമ്മൾ സ്പേസ് ചെയ്തിട്ട് സ്പേസ് വിട്ട് ക്രോസ് സ്റ്റിച്ച് ചെയ്തിട്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേറൊരു കളർ ത്രെഡ് യൂസ് ചെയ്തിട്ട് ക്രോസ് സ്റ്റിച്ച് ചെയ്യുന്ന രീതിയാട്ടോ നെക്സ്റ്റ് സ്റ്റിച്ചിൽ കാണിക്കുന്നത്.
ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഞാൻ നോർമൽ ലൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് വേറൊരു കളർ യൂസ് ചെയ്തിട്ടും കൂടി ക്രോസ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡബിൾ കളറായിട്ടുള്ളൊരു സ്പേസ്ഡ് ക്രോസ് സ്റ്റിച്ച് പോലെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പം ഫസ്റ്റ് ഞാൻ നോർമലി ചെയ്തതുപോലെ തന്നെ ക്രോസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വേറൊരു കളർ ത്രെഡ്. ഇപ്പോൾ നമ്മൾ ഡ്രസ്സിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ 2 കളർ ത്രെഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സിൻ്റെ കളറിനനുസരിച്ചിട്ടുള്ള മാച്ചിങ് കളറായിട്ടുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ നല്ല ഭംഗിയായിട്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി അതിൻ്റെ ഗ്യാപ്പിൽ നമുക്ക് ബീഡ്സ് ആഡ് ചെയ്തിട്ടും അങ്ങനെയുള്ള നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഐഡിയക്ക് അനുസരിച്ചിട്ടൊക്കെ ഇതിൽ മാറ്റം വരുത്താം കേട്ടോ. അതുപോലെ നമ്മുടെ ഗ്യാപ്പിലൊക്കെ ക്രോസ് സ്റ്റിച്ചിൻ്റെ ഗ്യാപ്പിലൊക്കെ നമുക്ക് ചെറിയ ചെറിയ ബീഡ്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. എങ്ങനെയൊക്കെ നമുക്ക് ഓരോരോ ഈ ബോർഡർ സ്റ്റിച്ചുകളൊക്കെ നല്ല ഭംഗിയാക്കി ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമുക്കിനി വരുന്ന ക്ലാസ്സിലൊക്കെ നമുക്ക് ഈ സ്റ്റിച്ചൊക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ബോർഡേഴ്സിൽ കൊടുക്കേണ്ടതെന്നൊക്കെ ഉള്ളത് കാണാം കേട്ടോ. നമുക്ക് നെക്കിലും അതേപോലെ സ്ലീവിൻ്റെ എൻഡിലൊക്കെ ഇതുപോലുള്ള സ്റ്റിച്ചുകൾ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് നമുക്ക് വരുന്ന ക്ലാസ്സുകളിലൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാൻ ചെയ്യുന്നതും നേരത്തെ പറഞ്ഞതുപോലെ ഡബിൾ ക്രോസ് സ്റ്റിച്ചിൻ്റെ വേറൊരു വേരിയൻ്റ് ആണ്. നേരത്തെ ഞാൻ പറഞ്ഞു ഡബിൾ ക്രോസ് സ്റ്റിച്ചിൽ 2 വേരിയൻ്റ് ഉണ്ട്. 2-3 വേരിയൻസ് ഒക്കെ ഡബിൾ ക്രോസ് സ്റ്റിച്ചിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നേരത്തെ ഒരു വേരിയൻ്റ് നമ്മൾ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു പാറ്റേൺ. ഇത് വേറൊരു പാറ്റേൺ ആട്ടോ ഡബിൾ ക്രോസ് സ്റ്റിച്ചിൽ വരുന്നത്. ഫസ്റ്റത്തെ നോർമൽ നമ്മൾ ബേസിക് ക്രോസ് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഗ്യാപ്പിലൊക്കെ വീണ്ടും ക്രോസ് സ്റ്റിച്ച് തന്നെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്ന രീതി കേട്ടോ ഇത്. ലാസ്റ്റ് ചെയ്യുന്ന ക്രോസ് സ്റ്റിച്ച് ടൈഡ് ക്രോസ് സ്റ്റിച്ചാണ്. ഇത് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നോർമലി ചെയ്യുന്നത് പോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള ക്രോസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓരോ ജോയിൻറ്റും നമ്മളത് ടൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് നമുക്ക് കുറച്ചുകൂടി നല്ലത് കോൺട്രാസ്റ്റ് കളേഴ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ ഡ്രസ്സിലൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഡ്രസ്സിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള കളേഴ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ പാറ്റേൺ ഒക്കെ ചെയ്തെടുക്കാം.
ഈ ഒരു രീതിയിലാണ് നമ്മളത് കംപ്ലീറ്റ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്രോസ് സ്റ്റിച്ചിൻ്റെ വേരിയേഷൻസ് ആണ് പഠിച്ചിട്ടുള്ളത്. ഈ വേരിയേഷൻസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട് ഇതുപോലെയുള്ള ബോർഡേഴ്സ്, നെക്ക് ലൈന്, പിന്നെ സ്ലീവിൻ്റെ എൻഡ്, അതേപോലെ കുർത്തീസിൻ്റെ എൻഡ്, ഇതിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കണം, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അപ്പോൾ എന്നാലേ ഉള്ളൂ നമുക്ക് ഡ്രസ്സിലേക്കൊക്കെ ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റുക. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഇതുപോലെയുള്ള ബോർഡേഴ്സിൽ ചെയ്യാൻ പറ്റുന്ന സ്റ്റിച്ചുകളാണ് കൂടുതലായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെയുള്ള സ്റ്റിച്ചുകളൊക്കെ എല്ലാവരും ചെയ്ത് പഠിക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്രോസ് സ്റ്റിച്ചിൻ്റെ വേരിയേഷൻസ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്